നമ്മളിന്ന് ഹോച്ചിമിൻ സിറ്റിയിലെ ഡേ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മെക്കോങ് ഡെൽറ്റ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഗ്രൂപ്പ് ടൂർ, ബസ്സിലുള്ള ഗ്രൂപ്പ് ടൂറാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ബസ് ഇപ്പോൾ വരും. രാവിലെ ഹോട്ടലിൻ്റെ ലോബിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ് കേട്ടോ. ബസ് ഇപ്പോൾ വരും. ബസ് വന്നിട്ട് നമുക്ക് അതിനകത്ത് വഴിക്ക് പോയതുകൊണ്ട് ഗൈഡ് ഓടി ഒന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ. ബസ് ഇനി അപ്പുറത്തെ എവിടെ വിട്ടേക്ക് ദൂരെ കിടക്കണമല്ലോ, ഇനി അങ്ങോട്ട് നടന്നു പോകണമല്ലോ. ബസ്സിലാണ് കേട്ടോ ബസ്. ഇതിനകത്ത് ഇനി കയറാം. ഗ്രൂപ്പ് ടൂറിലേയും പോലെ തന്നെ കേട്ടോ. ബസ് ഫുള്ളാണ്. നമുക്ക് മെക്കോങ്ങിൽ ചെന്നിട്ട് കാണാം. Where are we going today? മെക്കോങ് ഡെൽറ്റയിലെ ആദ്യത്തെ ഭാഗം ഒരു പഗോഡയാണ്. നമ്മൾ പഗോഡ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി അകത്ത് തരാം. പഗോഡ എന്ന് വെച്ചാൽ അമ്പലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനെ ഒരു ബുദ്ധൻ്റെ ആണ്. നമുക്ക് അകത്ത് വലിയ സ്റ്റാച്ചു കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് പഗോഡയുടെ അകത്തോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ. ഇവിടെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ അലൗഡാണ്. എല്ലാവരും വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വെളിയിലേക്ക് പോവാണ്. അടുത്ത ഭാഗത്തേക്കായിരിക്കും. ഇതിൻ്റെ വെളിയിലൊരു വലിയ ലേഡി ബുദ്ധയുടെ പ്രതിമയുടെ ഉണ്ട്. നമുക്ക് അതുകൂടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ലേഡി ബുദ്ധയുടെ സ്റ്റാച്ചു കാണാൻ പറ്റും. ഡനാങ്ങിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിലുള്ളതാണ്. ഇവിടെയും ലേഡി ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ട്. ഹനോയിലും ഡനാങ്ങിലും ഒക്കെ ഈ ഗ്രൂപ്പ് ടൂർ ബസ്സിൽ ബുക്ക് ചെയ്തപ്പോഴത്തേക്ക് ഗൈഡ് കൂടെ വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു. ഇത്തവണത്തെ നമ്മുടെ ഗൈഡ് ഒരു മടിയനാണെന്ന് തോന്നുന്നു കേട്ടോ. അയാൾ ബസ്സിൽ തന്നെ ഇരിപ്പുണ്ട്. എന്നിട്ട് ആൾ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് 10:30 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ബസ്സിൻ്റെ ഇട്ടിരിക്കുന്ന സ്പോട്ടിൽ തിരിച്ചു വരും. ഇപ്പോൾ 10:25. അപ്പം ഞാൻ നേരെ ഇനി ബസ് ഇട്ടിരിക്കുന്ന സ്പോട്ടിലേക്ക് തിരിച്ചു കിടപ്പുണ്ട് നമ്മുടെ ബസ്. നമുക്ക് ഇനി എന്തായാലും അതിനകത്ത് കയറിയിരിക്കാം. ഇനി അടുത്ത പോയിന്റ് എവിടെയാണെന്ന് അറിയത്തില്ല. നമ്മുടെ മെക്കോങ് റിവറിൻ്റെ ബോർഡിംഗ് പോയിന്റിലെത്തി കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ബോട്ടിലായിരിക്കും പോകുന്നത്. അയാളെ ടിക്കറ്റൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഗ്രൂപ്പിൻ്റെ കൂടെ പോവാം. ഞാൻ കേട്ടോ മെക്കോങ് റിവർ വരുന്നത്. ഈ മെക്കോങ് റിവർ ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച് വിയറ്റ്നാമിലൂടെ പോകുന്ന നദിയാണ്. നല്ല ലെങ്തിൽ ഒഴുകുന്ന നദി കൂടെയാണ് കേട്ടോ. ഇതിൻ്റെ ഈ നദിയുടെ ഭാഗത്തിലെ ഡെൽറ്റയിലാണ് മെക്കോങ് ഡെൽറ്റ നമ്മൾ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് കയറുന്ന ഇത്തിരി റിസ്കി ഫാക്ടർ ആയിരിക്കുമല്ലോ. Welcome to Mekong Delta. Welcome to the Mekong River. On your right hand side, that's the mainland Mỹ Tho City. Mỹ Tho Marina belong to the Chienzan province. One of the territories of the Mekong Delta. Because this is the upper Mekong Delta. On Unicorn Island, around 12 square kilometers. That's around 6,000 before. ആദ്യത്തെ ലോക്കൽ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫിഷർമാൻസിൻ്റെ ഒരു വില്ലേജാണ്. നമ്മൾ ഗൈഡിനെ ഫോളോ ചെയ്ത് കൂടെ പോകും. ഇവിടെ ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വല്ല പാമ്പിനെ എങ്ങനെ കിട്ടുമെന്നോ. അവരതിനകത്ത് എന്തൊക്കെയോ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. ഒരു ഐഡിയ ഇല്ല. പ്രശ്നം എന്നുള്ള സാധനമല്ലോ കേട്ടോ. ഹണിയാണ്. ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസ് ഉണ്ടാക്കുന്ന ഹണി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു തരുവാണ്. വെച്ചിട്ടേ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് തരും കേട്ടോ. അതിൻ്റെ കടിയെങ്ങാനും കൊണ്ട് ഞാൻ അലർജി എടുത്ത് അവർ ഹണിക്കകത്ത് വേറെ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് ഇത് ഹോട്ടാണ് കേട്ടോ സാധനം. ഹണിക്കകത്ത് ലെമണോ എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുണ്ട്. പൈനാപ്പിളാണ് കേട്ടോ. ഡ്രൈഡ് പൈനാപ്പിളും മറ്റത് ബനാനയുമാണ്. സോ ഈ തന്ന സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിന്
ഡെമോ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോകാം. സാധനം അവർ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്തായാലും കഴി സാധനങ്ങളൊക്കെ അവർ ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ സാമ്പിൾസൊക്കെ കുറേ പേരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഒന്നേ പാമ്പിനെടുത്ത് കഴുത്തിൽ കൂടെ ഇട്ട് കൊടുക്കുമോ? വേറെ ഒന്നും വേണ്ട. താങ്ക് യു. ഈ വണ്ടിയിൽ കയറിയിട്ട് എങ്ങോട്ടോ പോകണം. എങ്ങോട്ടാണെന്ന് അറിയില്ല. ഇതേപോലെ ഇനി വേറെ എന്തെങ്കിലും ജീവിയെ തോളിടാനാണോ? വില്ലേജ് ഏരിയയിൽ വന്നു കേട്ടോ. ഈ ഐലൻഡിൻ്റെ അകത്തുള്ളൊരു വില്ലേജ് ഏരിയയാണ്. നമുക്ക് അകത്തോട്ട് പോയിട്ട് നോക്കാം. തോന്നുന്നു കേട്ടോ, ഇവിടെ കൊണ്ടുവന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു ഈ ഐലൻഡിനകത്ത്. എല്ലാവരെയും ഓരോ സീറ്റിനകത്ത് ഇരുത്തിയിട്ടുണ്ട്. ബുഫേ സിസ്റ്റം ഒന്നും ആയിരിക്കില്ല. നേരത്തെ ഒരു വണ്ടിയിൽ വെച്ചാൽ നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു ചിക്കനാണോ അതോ വെജാണോ. സീറ്റ് ചെയ്യുന്നിരിക്കണം കേട്ടോ. അവർ പറഞ്ഞത് നിങ്ങൾക്ക് വാട്ടർ മെലണ്ണെ ഈ ഒരു ചില്ലിയിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് അടുത്ത സെഷനിലോട്ട് പോകാം. കൊല്ലം ജില്ലയിലുള്ള മാൻഡ്രോത്തുരത്തിലൂടെ പോകുന്നത് പോലെ ഉണ്ട് കേട്ടോ. ഇത് സെയിം സെറ്റപ്പ് തന്നെയാണ്. Water coconut. Actually, it look like the palm tree over there. The palm tree. The leaf look like the coconut grow on the mainland, and inside had the flesh like this. Yeah, it is like coconut grow on the mainland. Inside no juice. കാണുന്ന ബോട്ടിങ്ങിന് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് സൂപ്പറാണ്. ആദ്യം വന്ന് ബോട്ട് ഇറങ്ങിയില്ലേ, ആ ഭാഗത്ത് എത്തി കേട്ടോ. അപ്പോൾ ഈ ഐലൻഡ് മൊത്തം നമ്മൾ വണ്ടിക്കകത്തും അതേപോലെ ബോട്ടിനകത്തും കറങ്ങി കണ്ടിട്ട് നേരെ തിരിച്ച് റിട്ടേൺ പോയിന്റ് എത്തിയിട്ടുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. ബോട്ടിൻ്റെ പോയിന്റിൽ നമുക്ക് ഇറങ്ങാം. ഓക്കെ, ബൈ ബൈ. അതിനി ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് കയറാനായിട്ട് കുറച്ച് റിസ്ക്കിയാണ് കേട്ടോ. അടുത്ത ഐലൻഡിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡും കഴിക്കുന്നത്. പിന്നെ ഇവിടെ എന്തോ ഒരു കോക്കനട്ടിൻ്റെ എന്തോ ഒരു സംഭവം കാണാനും പോവാണ്. നേരത്തെ നമ്മൾ കണ്ട ഐലൻഡിൻ്റെ പേരാണ് യൂണിക്കോൺ ഐലൻഡ്. അവിടെയായിരുന്നു നമ്മൾ ബോട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തത്. ഐലൻഡാണ് കേട്ടോ. ഇവിടെ ജസ്റ്റ് സില്ലി തിങ്സ് ആണ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ കേരള കോക്കനട്ടിൻ്റെ കേന്ദ്രമാണല്ലോ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് പൊതിക്കുന്നത്, ഇതിനെ എങ്ങനെയാണ് ഇങ്ങനെ തേങ്ങ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ജസ്റ്റ് തേങ്ങ എങ്ങനെയാണ് പൊതിക്കുന്നതെന്ന് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ. സില്ലി തിങ്സ് അല്ലേ നമുക്ക് കേരളത്തിലുള്ളവർക്ക്. പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇവിടെ കോക്കനട്ടിൽ നിന്ന് ക്യാൻഡി എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ പല ഫ്ലേവേഴ്സ് എങ്ങനെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുള്ളൂ. പിന്നെ നമുക്കത് വാങ്ങാനുള്ള ഒരു സ്റ്റാളും ഉണ്ട്. വെറൈറ്റി ഭാഗമുണ്ട് കേട്ടോ. സ്നേക്ക് വൈനെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ വേണമെന്നുള്ളവർക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷെ ടൂ റിസ്ക്കിയാണ്. ഹനോയിൽ ഉണ്ടായിരുന്ന ആൽക്കഹോൾ കണ്ടന്റ് വളരെ കൂടുതലാണ്. വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചോട്ടോ. വിസ്കിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അല്ല വൈൻ്റെ ടേസ്റ്റൊന്നുമല്ല. നല്ല എരിച്ചിലുണ്ട്. ആൽക്കഹോൾ കണ്ടന്റ് 40 മേളിലെന്തോണ് വരുന്നത്. നിങ്ങളൊക്കെ വിശ്വസിച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ കിളി പറന്നു പോകും. എൻ്റെ കിളി ഏകദേശം പോറായി തോന്നും. റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം. ഫുഡ് കഴിക്കാനായിട്ട് വീണ്ടും നമ്മൾ ബോട്ടിലാണ് പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ബോട്ടിൽ കയറിയിട്ടായിരിക്കും മിക്കവാറും റെസ്റ്റോറൻറ്റിലേക്ക് പോകേണ്ടത്. റെസ്റ്റോറൻ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല നൈസ് ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഈ റിവറിൻ്റെ ഈ ഒരു ഡെൽറ്റയുടെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് ചിക്കന് കഴിക്കുന്നവർക്കെല്ലാം സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ടോഫു വെജിറ്റേറിയൻ കഴിക്കുന്നവർക്ക് അവിടെ വേറൊരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വലിയ പുതുമയായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് ഞാനൊരു മലയാളി ഇവിടെ ആയതുകൊണ്ട്. കാരണം നമ്മളെയൊക്കെ വീട്ടിൽ ഇതേപോലെ തന്നെയാണല്ലോ. നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയാൽ മൊത്തവും കോക്കനട്ട് ട്രീയും ഇതേപോലുള്ള മരങ്ങളും തണലും ഒക്കെ തന്നെയാണല്ലോ. ഫോറിനേഴ്സിനൊക്കെ ഇത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന നോർത്ത് ഇന്ത്യൻസിനും ഇത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അവർ സിരിപ്പുണ്ട് കേട്ടോ. ഞാനും ഇതിൽ നിന്നൊരു സൈക്കിൾ എടുത്ത് ആ ഐലൻഡിലൂടെ മൊത്തം ഒന്ന് കറങ്ങിയിട്ട് വന്നു കേട്ടോ. എനിക്ക് ക്യാമറ പിടിക്കാനുള്ള ഒരു ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. ഇതൊക്കെ പൊത്തിലൂടെയും തുരത്തിലൂടെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അവസാനം ബോട്ട് കിടക്കുന്ന ഭാഗത്ത് എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ അടുത്ത സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. അടിപൊളിയല്ലേ? ഈ ഒരു ട്രിപ്പിന് നമ്മൾ എത്ര രൂപയാണ് ചിലവാക്കിയെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും? വളരെ ചീപ്പാണ് കേട്ടോ. ഈ ഐലൻഡ് മൊത്തം വിസിറ്റ് ചെയ്ത് നമ്മൾ ഈ ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയതും എല്ലാം ഫുഡ് ഉൾപ്പെടെ എല്ലാ ചാർജും ഉൾപ്പെടെ ഇന്ത്യൻ മണി 1100 രൂപയാണ് ആയത് ഒരു ദിവസത്തേക്ക് ഫുള്ളായിട്ടുള്ളത്. അടിപൊളിയല്ലേ? ഇതാണ് ട്രാവൽ ഏജൻസിയുടെ പേര്, കിം ഡെൽറ്റ ട്രാവൽ ഏജൻസി. അപ്പോൾ നമ്മൾ വിയറ്റ്നാമിൽ അവസാന ദിവസമുണ്ടോ ഹോച്ചിമിൻ സിറ്റി. അപ്പോൾ ഈ ട്രിപ്പ് ഇവിടെ തീരുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറന്നു കേട്ടോ.